വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗാണ്. എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ ഇതിനൊന്നും യൂസ് ചെയ്യുന്നില്ല. ചൈന ഗ്രാസ്, ജെലാറ്റിൻ, കണ്ടൻസ്ഡ് മിൽക്ക് അങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയൻസും ഇതിന് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ട് എൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനായി ഒരു ബൗളിലേക്ക് 5 സ്കൂപ്സ് വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഐസ്ക്രീം നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അതിനുവേണ്ടി ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം വെച്ചാലും മതി. അതല്ല എന്നുണ്ടെങ്കിൽ മൈക്രോവേവിൽ 1 മിനിറ്റ് നേരത്തേക്ക് വെച്ചെടുത്താലും മതി. നമുക്ക് അപ്പം മെൽറ്റ് ചെയ്ത ഐസ്ക്രീമിലേക്ക് ആഡ് ചെയ്യേണ്ടത് 2 മുട്ടയുടെ മഞ്ഞയാണ്. ഞാൻ 2 മുട്ടയുടെ മഞ്ഞ ആഡ് ചെയ്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ പറയുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് 7 ഇഞ്ച് സൈസുള്ള ബേക്കിംഗ് ട്രേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ബേക്കിംഗ് ട്രേ ഇതിനേക്കാളും ചെറുതോ വലുതോ ആണെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് അതിനനുസരിച്ച് നിങ്ങളൊന്ന് റെഡിയാക്കേണ്ടി വരും. അപ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡാണ്. ഞാനിതിലേക്ക് 1.5 ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ബ്രെഡ് ചെറിയ പീസസ് ആക്കി മുറിച്ചെടുക്കാം. ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ട്രേയിലേക്ക് ഈ പീസാക്കി വെച്ച ബ്രെഡ് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ലാർജ് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേപോലെ നമുക്ക് ചെറിയ ഡെസേർട്ട് കപ്സിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ഐസ്ക്രീം എഗ് മിക്സ്ചർ ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് ബ്രെഡ് ഈ ഐസ്ക്രീം വെച്ച് നമ്മൾ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ എടുത്ത 2 എഗ്ഗിൻ്റെ വൈറ്റ് എടുക്കാം. 2 എഗ്ഗിൻ്റെ വൈറ്റ് എടുത്ത് അത് നല്ലപോലെ ഒരു ബീറ്റർ യൂസ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഞാൻ 1/4 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഷുഗറിൻ്റെ അളവ് കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ലൈറ്റ് ആൻഡ് ക്രീമി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെനില എസൻസ് നമ്മൾ നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലെയർ. ഇനി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച ബ്രെഡ് എടുക്കാം. ബ്രെഡിൻ്റെ മുകളിലേക്ക് നമുക്ക് എഗ് വൈറ്റ് സെക്കൻഡ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എഗ് വൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ പിസ്ത പൊടിച്ചത് യൂസ് ചെയ്തിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കിത് പ്ലെയിൻ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ ഗാർണിഷിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റീമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലും സ്റ്റീമിൽ കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ സോസ് പാനിൽ വെള്ളം ഒഴിച്ചിട്ടാണ് സ്റ്റീമിൽ കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാനവിടെ താഴെ ഒരു തട്ട് വെച്ചിട്ട് അതിലേക്കാണ് ഈ പാത്രം ഇറക്കി വെക്കുന്നത്. ആദ്യം ഞാൻ ഈ വെള്ളം തിളപ്പിച്ചെടുക്കുകയാണ്. വെള്ളം നല്ലപോലെ ബോയിലായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ട്രേ ഇതിലേക്ക് ഇറക്കി വെക്കാം. ട്രേ ഇറക്കി വെക്കുമ്പോൾ നല്ലപോലെ സൂക്ഷിക്കണം. നല്ല ചൂടായിരിക്കും. കൈ പൊള്ളാതെ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ട്രേ ഇറക്കി വെക്കാൻ. ഇനി ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്തെടുക്കാൻ എനിക്ക് വേണ്ടി വന്നിട്ടുള്ളത് 20 മിനിറ്റ്സ് ആണ്. അത് നിങ്ങളുടെ ട്രേൻ്റെ സൈസിനനുസരിച്ചിട്ട് ടൈമിന് വേരിയേഷൻ വരും. എഗ്ഗ് നല്ലപോലെ പൊന്തി വന്നതാണ് ഈ കാണുന്നത്. ഇപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചൂടാറിക്കഴിഞ്ഞാൽ പുഡിങ്ങിൻ്റെ എഗ് വൈറ്റ് ഒന്ന് ചെറുതായിട്ട് താന്നു വരും. അപ്പോൾ നമ്മുടെ പുഡിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെറിയ മിനി ഡെസേർട്ട് കപ്സിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. So thank you so much and have a nice day.